നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. കോഴിക്കോട് പേരാമ്പ്ര സീറ്റ് വിട്ടു നൽകണമെന്ന കോൺഗ്രസ് ആവശ്യം തള്ളി മുസ്ലിം ലീഗ്. കെ മുരളീധരൻ മത്സരിക്കുമെങ്കിൽ ഗുരുവായൂർ വിട്ടു നൽകാമെന്നും പകരം പട്ടാമ്പി വേണമെന്നുമാണ് മുസ്ലിം ലീഗ് നിലപാട്. അതേസമയം പാർട്ടി പറഞ്ഞാൽ ഇത്തവണയും കൊടുവള്ളിയിൽ LDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് CPIM സഹയാത്രികൻ കാരാട്ട് റസാഖിന്റെ പ്രതികരണം. പാലക്കാട് ജില്ലയിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന നിലപാടുമായി ഒരു വിഭാഗം BJP പ്രവർത്തകരും രംഗത്തെത്തി. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ രംഗത്തിറക്കി പേരാമ്പ്ര പിടിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ പേരാമ്പ്ര വിട്ടുനൽകില്ലെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. പേരാമ്പ്ര ലീഗ് വിട്ടുനൽകില്ലെന്ന സൂചനയാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺകുമാറിന്റേത്. പേരാമ്പ്ര മുസ്ലിം ലീഗിന്റെ കേരള സീറ്റാണ്. അതേക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് അപാകത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അത്തരത്തിലൊന്നും ഉണ്ടാവരുത് എന്നുള്ള ആവശ്യം ജില്ലയിലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാണി സി കാപ്പന്റെ പാർട്ടി കഴിഞ്ഞ തവണ മത്സരിച്ച എലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന 24 വാർത്ത K പ്രവീൺകുമാർ സ്ഥിരീകരിച്ചു. അതേസമയം ഗുരുവായൂർ സീറ്റിൽ K മുരളീധരനെ മത്സരിപ്പിച്ചാൽ സീറ്റ് വിട്ടു നൽകാമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. എന്നാൽ പട്ടാമ്പി ലീഗിന് കൈമാറണമെന്നാണ് ആവശ്യം. മലപ്പുറം തിരൂരങ്ങാടിയിൽ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാടിനെ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നുവെന്നാണ് വിവരം. ഇതിനിടെ 3 സീറ്റുകൾ LDFനോട് ആവശ്യപ്പെടുമെന്ന് INL വ്യക്തമാക്കി. INL നേരത്തെ 3 സീറ്റിലാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. 3 സീറ്റുകളിലും ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട്. പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് പുറത്തു പറയലായിരിക്കും ഭംഗി എന്നെനിക്ക് തോന്നുന്നു. പാർട്ടി പറഞ്ഞാൽ ഇത്തവണയും കൊടുവള്ളിയിൽ മത്സരിക്കുമെന്ന് മുൻ MLAയും CPIM സഹയാത്രികനുമായ കാരാട്ട് റസാഖ് പ്രതികരിച്ചു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. പാർട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും പരിശോധിക്കുന്നതും. അവർക്ക് തെറ്റുപറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലം ജില്ലയിൽ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാനുള്ള ആലോചനയിലാണ് CPIM. കുണ്ടറയിൽ SR അരുൺ ബാബുവിന്റെയും കൊല്ലത്ത് അഡ്വക്കേറ്റ് SR രാഹുൽ, D ഷൈൻദേവ് എന്നിവരുടെ പേരുകളുമാണ് പരിഗണനയിൽ. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തോട് 8 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് KSU തീരുമാനം. പാലക്കാട് ജില്ലയിൽ BJPക്ക് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി വേണ്ടെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ വ്യക്തമാക്കുന്നു. നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥി ആകേണ്ടെന്നാണ് ഇവരുടെ നിലപാട്. ഇലക്ഷൻ ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെന്ന സൂചന നൽകി മന്ത്രിമാർ താൻ മത്സരിക്കുന്നതിൽ തീരുമാനിക്കേണ്ട ആളുകൾ തീരുമാനമെടുക്കുമെന്നായിരുന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പ്രതികരണം. താനും തോമസ് K തോമസും ഉൾപ്പെടെ NCPയുടെ 2 MLAമാരോടും മണ്ഡലങ്ങളിൽ സജീവമാകാൻ പാർട്ടി നിർദ്ദേശം നൽകിയെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. പാർട്ടി നിർദ്ദേശിച്ചാൽ വീണ്ടും മത്സരിക്കുമെന്നായിരുന്നു മന്ത്രി J ചിഞ്ചുറാണിയുടെ പ്രതികരണം. കേൾക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന NCPക്ക് 3 സീറ്റുകളുള്ളത്. മണ്ഡലത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങ് വ്യക്തമാക്കിയതുപോലെ അത് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടുപടിയായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അതുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. സാധാരണ നമുക്കറിയാം 2 ടേമാണ് നമ്മുടെ പാർട്ടി പറയുന്നത്. പക്ഷേ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ വീണ്ടും മത്സരിക്കും. അതൊക്കെ തീരുമാനിക്കേണ്ട ആളുകളും സമിതികളും തീരുമാനിക്കും. ആ തീരുമാനം ഏതായിരുന്നാലും ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. സീറ്റ് ഏതാണ് തീരുമാനിച്ചാൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എവിടെയാണ് സീറ്റ് എവിടെയാണ് എന്നൊക്കെ തീരുമാനിക്കും. എപ്പോഴേക്കായിരിക്കും സ്വാഭാവികമായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മേഖലാ ജാഥകളുമായി LDF ഫെബ്രുവരി 1 മുതൽ 15 വരെ 3 മേഖലകളിലായി ജാഥ നടത്തും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള LDF യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, മിഷൻ 110 അതിന്റെ ലക്ഷ്യം കാണുന്നത് എങ്ങനെ എന്ന തരത്തിൽ വിശദമായ ചർച്ചകളാണോ ഇന്ന് LDF യോഗത്തിൽ ഉണ്ടായത്? അനുജ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യലായിരുന്നു LDF യോഗത്തിലെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് നടന്നത്. CPI അടക്കമുള്ള കക്ഷികൾ അവരുടെ നിലപാട് കർശനമായി യോഗത്തിൽ പറഞ്ഞില്ല. നേരത്തെ CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിലെല്ലാം ഭരണവിരുദ്ധ വികാരം, ശബരിമല തിരിച്ചടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ന്യൂനപക്ഷ ഏകീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തോൽവിക്ക് നിദാനമായി എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത്തരമൊരു കർശന സമീപനം CPI അടക്കമുള്ള പാർട്ടികൾ ഈ മുന്നണി യോഗത്തിൽ എടുത്തില്ല
കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇനി എങ്ങനെ ജയിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള ആലോചന നടന്നു. മിഷൻ 110 എന്നുള്ള 110 എന്നൊരു സംഖ്യ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞില്ല. എന്നാൽ പോലും കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് ജയിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. ഒപ്പം പ്രചരണ തന്ത്രം എന്തായിരിക്കണമെന്നതിനെ പറ്റിയുള്ള ഒരു സൂചനയും മുഖ്യമന്ത്രി നൽകി. വികസനത്തിനൊപ്പം രാഷ്ട്രീയവും കൂടി പറഞ്ഞു വേണം LDF പ്രചാരണത്തിലേക്ക് പോകാൻ എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി യോഗത്തിൽ അവതരിപ്പിച്ചത്. അതാണ് ഈ യോഗത്തിൽ നടന്ന ഒരു കാര്യം. മറ്റൊന്ന്, LDFിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പ്രചരണ ജാഥകൾ നടത്താനുള്ള തീരുമാനമുണ്ട്. ഫെബ്രുവരി 1 വടക്കൻ മേഖലാ ജാഥ MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ആരംഭിക്കും. ഫെബ്രുവരി 4 CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ ജാഥ ആരംഭിക്കുക. മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയാണ് നയിക്കുന്നത്. ഫെബ്രുവരി 6 2 ജാഥകൾ ഫെബ്രുവരി 14 മറ്റൊരു ജാഥ ഫെബ്രുവരി 15 സമാപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്ത് LDF യോഗം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, CPIM നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി മാറാട് പരാമർശങ്ങളിൽ വിവാദം തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് വിവാദ പരാമർശം സൂചിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ നാവാണ് AK ബാലൻ എന്ന് K മുരളീധരനും പറഞ്ഞു. പരാമർശത്തോട് പ്രതികരിക്കാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒഴിഞ്ഞുമാറി. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പരാമർശത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. CPIMന്റെ മുതിർന്ന നേതാവായ AK ബാലന്റെ പ്രസ്താവനയെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർക്കാത്തതിനെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. വർഗീയതയിൽ 1ാം സ്ഥാനത്തെത്തണമെന്ന വാശിയാണ് മുഖ്യമന്ത്രിക്കെന്ന് രമേശ് ചെന്നിത്തല. മാറാട് ഒരു മുറിവാണ്. ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നാവാണ് AK ബാലനെന്നാണ് K മുരളീധരന്റെ പ്രതികരണം. മാറാട് കലാപം പോലത്തെ കലാപങ്ങൾ ഭാവിയിൽ ആവർത്തിക്കും UDF വന്നാൽ എന്ന് പറയുന്നത് ഭീഷണിയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് പോലീസാണ്. സത്യം പറഞ്ഞത് MV ഗോവിന്ദൻ മാഷ് തള്ളിക്കളഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ബാലനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത്? മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടാണ് പറഞ്ഞത്. LDF യോഗത്തിന് AKG സെന്ററിലെത്തിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AK ബാലന്റെ പരാമർശത്തോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. AK ബാലന്റെ പരാമർശത്തിൽ CPIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. AK ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ LDF ചർച്ച ചെയ്യാനിരിക്കെ CPIക്ക് പരോക്ഷ വിമർശനവുമായി മന്ത്രി AK ശശീന്ദ്രൻ. LDF ഘടകകക്ഷികൾ പ്രത്യയശാസ്ത്ര പ്രശ്നം മുന്നണിക്കകത്തുന്നയിക്കണം. ഐക്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഘടകകക്ഷി തയ്യാറാകണമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. CPIM CPI പോർ അപ്പപ്പോൾ പറഞ്ഞ് പരിഹരിക്കാറുണ്ട് എന്നായിരുന്നു മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണം. നാം ഒറ്റക്കെട്ടാണ് എന്ന് പറയുകയും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അനാവശ്യമായ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവരെല്ലാവരും പിൻവാങ്ങുകയും മുന്നണിയിൽ മാത്രം ചർച്ച ചെയ്യുകയും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ LDF യോഗം നടക്കുന്ന ദിവസം തന്നെ പരോക്ഷമായി മന്ത്രി AK ശശീന്ദ്രൻ CPIക്കെതിരെ നടത്തിയ അതിരൂക്ഷ വിമർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അനാവശ്യ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുന്നണിയിലെ ഐക്യം ചില പാർട്ടികൾ തകർക്കുന്നു എന്ന് NCP നേതൃയോഗം വിലയിരുത്തിയെന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് തുറന്നു പറഞ്ഞത്. എല്ലാ പാർട്ടികൾക്കും മുന്നണിയുടെ മര്യാദ ബാധകമാണ്. ആ മുന്നണിയുടെ മര്യാദയിൽ ഒന്ന് പറയാനുള്ളത് ബന്ധപ്പെട്ട വേദികളിൽ പറയാന്നുള്ളതാണ്. പാർട്ടികളുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളാണ്. പറയാനുള്ള വേദിയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്ന ആരോഗ്യകരമായ ജനാധിപത്യവൽക്കരണ സ്വഭാവത്തിൽ നിന്നും മുന്നണിയിൽ ഇടക്കാലത്ത് വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നതാണ് സുപ്രധാനമായ കാര്യം. അതിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ടാക്കുന്ന പാർട്ടികൾ തിരുത്താൻ തയ്യാറാകണമെന്നും AK ശശീന്ദ്രൻ ആവശ്യപ്പെടുകയാണ്. CPIM നേതാക്കൾ രഹസ്യമായി പറയുന്നതാണ് NCP നേതാവായ AK ശശീന്ദ്രൻ പരസ്യമായി തുറന്നടിച്ചത് എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. CPM CPI പോരുകൾ അപ്പപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നുണ്ട് എന്നാണ് CPI നേതാവായ മന്ത്രി ജെ ചിഞ്ചുറാണി 24നോട് പ്രതികരിച്ചത്. ഇടതുപക്ഷവുമായിട്ട് നല്ലതുപോലെ ഐക്യത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്. ഇല്ല പോരുകൾ അവിടെ എവിടെയും ചെറിയ നമ്മുടെ സഹാക്കൾ തമ്മിലുള്ള അതൊക്കെ അപ്പോഴപ്പോഴും പരിഹരിച്ചു പോവുകയാണ്. ഭരണ തുടർച്ചയ്ക്കുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടതെന്നും ചിഞ്ചുറാണി പറഞ്ഞു. മുന്നണിയിലെ ഐക്യം പ്രധാനമാണെന്ന ചർച്ചയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ AK ശശീന്ദ്രൻ തുടക്കമിട്ടത്.
LDF കൺവീനർ TP രാമകൃഷ്ണൻ ഒറ്റ പാർട്ടി പോലെ ഒറ്റക്കെട്ടായി LDF പ്രവർത്തിക്കണമെന്ന സന്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് NCPയുടെ നിലപാട് വ്യക്തമാക്കൽ എന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. അനാവശ്യമായ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണിയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അത് നിർത്തണമെന്ന് AK ശശീന്ദ്രൻ അതും ഇടതുമുന്നണി യോഗമുള്ള ദിവസം പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അത് മുന്നണിക്കകത്ത് ഈ വിഷയം CPIയുടെ നിലപാട് ചർച്ചയാകണമെന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ളതാണ്. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, കാസർഗോഡ്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾക്കായി UDFൽ പിടിവലി. ഈ സീറ്റുകൾ വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതേസമയം ഇടുക്കി സീറ്റ് ഏറ്റെടുക്കില്ലെന്ന് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കും മുൻപ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും രണ്ട് തട്ടിൽ. ഏറ്റുമാനൂർ, തൃക്കരിപ്പൂർ സീറ്റുകളെ ചൊല്ലിയാണ് തർക്കം. ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിക്കാൻ ഇരു പാർട്ടികളിലും സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫിനും സീറ്റിൽ കണ്ണുണ്ട്. കാസർഗോഡ്, തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലിയും തർക്കം തുടരുകയാണ്. നീലേശ്വരത്ത് ജോസഫ് വിഭാഗത്തിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രചരിച്ചു. ആർക്കും വേണ്ടാത്ത മാലിന്യങ്ങളെ ചുമക്കാനുള്ള ചവറുകൂനയല്ലെന്നാണ് പോസ്റ്ററിലെ പരാമർശം. തൃക്കരിപ്പൂർ വിട്ടു നൽകില്ലെന്ന കേരള കോൺഗ്രസ് നിലപാടിന് പിന്നാലെയാണ് പോസ്റ്റർ. കേരള കോൺഗ്രസ് പാർട്ടി തന്നെ തൃക്കരിപ്പൂരിൽ ഇപ്രാവശ്യം മത്സരിക്കും. പാർട്ടിക്കുണ്ടായിരുന്ന 10 സീറ്റ് ഇപ്രാവശ്യം പാർട്ടിക്ക് ലഭിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ അറിയിച്ചത്. ഇതിനിടെ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കില്ലെന്ന് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അറിയിച്ചു. ആശങ്ക നിലനിൽക്കുന്നതിനാൽ PJ ജോസഫോ അപ്പു ജോസഫോ മത്സരിച്ചേക്കും. ആര് മത്സരിച്ചാലും മണ്ഡലം LDF നിലനിർത്തുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം. ആര് എതിർ സ്ഥാനാർത്ഥിയായി വന്നാലും ശ്രീ റോഷി അഗസ്റ്റിൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിയും. അദ്ദേഹത്തോടൊപ്പം ജനം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സംശയത്തിനും ഇടയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് UDFലെ ആവശ്യം. 24 കോട്ടയം. പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൂടുതൽ വിദ്യാർത്ഥികൾ അധ്യാപകന്റെ ലൈംഗികാതിക്രമത്തിന് ഇരകളായി. സ്കൂളിലും അധ്യാപകന്റെ താമസ സ്ഥലത്തും വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് കുട്ടികൾ മൊഴി നൽകി. അധ്യാപകന്റെ ഫോണിൽ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കണ്ടെത്തി. 11-കാരൻ നേരിട്ട അതിക്രൂര ലൈംഗിക പീഡനത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടും അധ്യാപകൻ അനിലിനെ സംരക്ഷിക്കാൻ സ്കൂൾ അധികൃതർ വിവരം മറച്ചുവെച്ചു. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അധ്യാപകൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ CWCക്ക് മൊഴി നൽകി. സ്കൂളിൽ വെച്ചും അധ്യാപകന്റെ താമസ സ്ഥലത്ത് വെച്ചും അധ്യാപകൻ പീഡിപ്പിച്ചു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ ഫോണിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുടെ സ്വകാര്യ ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. കുട്ടികളുടെ ദൃശ്യങ്ങൾ അധ്യാപകൻ ദുരുപയോഗം ചെയ്തോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കും. 5 വിദ്യാർത്ഥികളുടെ മൊഴിപ്രകാരം മലമ്പുഴ പോലീസ് ഇന്നലെ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളെ പാഠം ചൊല്ലി പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകനാണ് സ്വന്തം വിദ്യാർത്ഥികളെ കാലങ്ങളായി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. CWCയുടെ മൊഴിയെടുക്കൽ കൗൺസിലിംഗ് അതിപ്പോഴും തുടരുകയാണ്. ഈ ഘട്ടത്തിൽ അധ്യാപകനെതിരെ വരും ദിവസങ്ങളിലും ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയേക്കാം. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ ശരീരത്തിൽ തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വീണ സരോജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. ആശുപത്രിയിലെ ഡോക്ടേഴ്സിന്റെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. യുവതിയിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ സംഘം പ്രസവവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു. വിദഗ്ധ സംഘം തയ്യാറാക്കുന്ന റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. പശ്ചിമ ബംഗാളിലെ ED റെയ്ഡിനെതിരെ വൻ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ്. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ച് തൃണമൂൽ MPമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊൽക്കത്തയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി ഉണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ഐപാക്കിന്റെ ഓഫീസിലും ഡയറക്ടർ പ്രദീക് ജെയിനിന്റെ വീട്ടിലും ഉൾപ്പെടെയായിരുന്നു ED റെയ്ഡ്. പ്രദീക് ജെയിനിന്റെ വീട്ടിൽ റെയ്ഡിനിടെ മമതാ ബാനർജി പോലീസുമായി എത്തി ഫയലുകളുമായി മടങ്ങിയത് നാടകീയതകൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസ് കേന്ദ്ര ഏജൻസിക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്തുന്നത്.
ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ തൃണമൂൽ എംപിമാർ പ്രതിഷേധിച്ചു. എംപിമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ പ്രതിഷേധ റാലി നടത്തും. റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ഇ.ഡി. കൊൽക്കത്ത ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഹർജി ഇന്ന് ഉച്ചയ്ക്ക് 2:30 പരിഗണിക്കും. ഇ.ഡി. നടപടിക്കെതിരെ ഐപാക്കും TMCയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് ഗവർണർ ഡോക്ടർ CV ആനന്ദബോസിന്റെ പ്രതികരണം. തനിക്ക് നേരെയുള്ള ഭീഷണി സന്ദേശത്തെ കാര്യമായി എടുക്കുന്നില്ലെന്നും ഗവർണർ. Maybe it is some ignorant action done by some people. Maybe it is deliberate. That is up to the investigating authorities to investigate and establish the truth. I am not bothered about these threats at all. സ്ഫോടനം നടത്തുമെന്ന് ഇന്നലെ രാത്രി മെയിൽ വഴിയായിരുന്നു ഭീഷണി സന്ദേശം ലഭിച്ചത്. 24 ഡൽഹി. വ്യാപാര കരാർ വൈകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഴിച്ച് അമേരിക്ക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് സംസാരിക്കാത്തതുകൊണ്ടാണ് കരാർ യാഥാർത്ഥ്യമാകാത്തത് എന്ന് US വാണിജ്യ സെക്രട്ടറി കുറ്റപ്പെടുത്തി. ഇതിനിടെ ട്രംപിന്റെ പകരം തീരുവയിൽ അമേരിക്കൻ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ഇക്കഴിഞ്ഞ നവംബറിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു റിപ്പോർട്ട്. വ്യാപാര കരാറിൽ പ്രതീക്ഷിച്ച പുരോഗതി കൈവരിക്കാതിരുന്നതിനെ തുടർന്ന് ട്രംപ് ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നാരോപിച്ച് പിഴത്തീരുവ ചുമത്തിയതും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതിരുന്നതിന് കാരണം വ്യക്തമാക്കി വാണിജ്യകാര്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയത്. കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാൻ വിസമ്മതിച്ചതിനാലാണ് കരാർ യാഥാർത്ഥ്യമാകാതിരുന്നതെന്നാണ് ലുട്നിക് കുറ്റപ്പെടുത്തിയത്. കരാർ നേരത്തെ യാഥാർത്ഥ്യമാക്കിയിരുന്നുവെങ്കിൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ തീരുവ ഇന്ത്യയ്ക്ക് ലഭിക്കുമായിരുന്നുവെന്നും ലുട്നിക് അവകാശപ്പെട്ടു. നിലവിൽ 50% തീരുവയാണ് ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകളിൽ പുരോഗതിയുള്ളതായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ജാനുവരി പകുതിയോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി. കൊല്ലപ്പെട്ടവരിൽ 8 കുട്ടികളും ഉൾപ്പെടുന്നു. ഇറാന്റെ 31 പ്രവിശ്യകളിലെ 100-ലേറെ നഗരങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു. ഇറാനിൽ അമേരിക്ക പടയൊരുക്കത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ ഇന്നലെ മുതൽ ഇന്റർനെറ്റ്, ഫോൺ സേവനങ്ങൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. ടാബ്രിസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി അധികാരം ഒഴിയണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. ഇസ്ലാമിക ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് ഇറാന്റെ മുൻ കിരീടാവകാശി റേസ പഹ്ലവി ആഹ്വാനം ചെയ്തു. 1979 ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് പിതാവ് അധികാരഭ്രഷ്ടനാക്കപ്പെട്ട ശേഷം റേസ പഹ്ലവി USA-യിലാണ്. പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമണത്തിന് അമേരിക്ക പദ്ധതിയിടുന്നുവെന്നും ഇതിന്റെ ഭാഗമായി ബ്രിട്ടനിലെ വ്യോമത്താവളങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ റേസ പഹ്ലവിയെ അധികാരത്തിലെത്തിക്കുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാനിൽ പണപ്പെരുപ്പവും കറൻസി തകർച്ചയുമാണ് സർക്കാർ വിരുദ്ധ കലാപങ്ങൾക്കിടയാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. റെയിൽവേ ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് തിരിച്ചടി. ലാലുവും കുടുംബവും വിചാരണ നേരിടണമെന്നാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി ഉത്തരവ്. CBI കുറ്റപത്രം കോടതി അംഗീകരിച്ചു. റെയിൽവേ ജോലിക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി കൈക്കൂലിയായി വാങ്ങിയ കേസിലാണ് നിർണായക ഉത്തരവ്. ലാലു പ്രസാദ് യാദവും കുടുംബവും സമർപ്പിച്ച കുറ്റവിമുക്തമാക്കൽ ഹർജികൾ കോടതി തള്ളി. ശരണം സന്നിധാനം Co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. Co-sponsored by BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ഉച്ചവരെ 50,000-ലേറെ ഭക്തർ മല ചവിട്ടി. ഇപ്പോഴും അയ്യപ്പ ദർശനത്തിനായി നിരവധി ഭക്തരാണ് കാത്തുനിൽക്കുന്നത്. പമ്പയിലും നിലയ്ക്കലിലും പോലീസിന്റെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. 12-നാണ് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്നത്. 14-ാം തീയതിയാണ് മകരവിളക്ക്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.